സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആകാംക്ഷ വാനോളം 1023 പോയിന്റുമായി കണ്ണൂർ മുന്നിലാണ്. ഹഷ്മി താജ് ഇബ്രാഹിമാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു എത്രത്തോളം വൈവിധ്യമാർന്ന ഇനങ്ങളാണ് പല വിഭാഗങ്ങളിലും അരങ്ങേറിയത്. ഇനിയിപ്പോൾ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന് ഒടുവിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് പറയാനുള്ളത് എന്താണ്? ഇനി 2 ഇനങ്ങൾ മാത്രമാണ് കൃഷ്ണ പൂർത്തിയാവുന്നത് ബാക്കിയുള്ളത്. അതിനിടെ കണ്ണൂർ കപ്പുറപ്പിച്ചെന്നാ. കണ്ണൂർ കപ്പുറപ്പിച്ചോ? അങ്ങനെ ഉറപ്പിച്ചു. ഇനി ബാക്കി 2 ബാക്കിയുണ്ടല്ലോ. എന്നാലും ഉറപ്പിച്ചു. എനിക്ക് കപ്പെടുക്കും. നിങ്ങൾക്ക് ഏത് ഐറ്റം വരും? ഉറുദു സംഘഗാനം. ഞാൻ ഉറുദു സംഘഗാനം ദേശത്തെയാണ്. കപ്പുറപ്പിച്ചു. അപ്പൊ കണ്ണൂരിലെ കുട്ടികൾ കപ്പുറപ്പിച്ചെന്നാണ് പറയുന്നത്. അവരുടെ അധ്യാപകരും അവരുടെ സാറന്മാരും പറയുന്നത് കപ്പുറപ്പിച്ചത്. അപ്പൊ അങ്ങോട്ട് വരും പറയാം. മാഷ കപ്പുറപ്പിച്ചോ? നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി ഞങ്ങൾ ഒരാളും കയറാൻ പറ്റില്ല. ഞങ്ങൾ തുടക്കം മുതൽ ആദ്യം ദിനം മുതൽ ഈ അവസാന ദിനം വരെ കണ്ണൂർ തന്നെയാണ്. കണ്ണൂരിനകത്ത് ഞങ്ങൾ പോരാട്ട മണ്ണിൽ നിന്ന് വരും. ഞങ്ങൾക്ക് പോരാടാൻ അറിയാം. ഞങ്ങൾ 2 ഐറ്റം ബാക്കി ഞങ്ങൾ കൊണ്ടുപോകും. കണ്ണൂർ ഒന്ന് മാത്രല്ല, അറബി കലോത്സവം, സംസ്കൃതോത്സവം, ജനറൽ 3ലും കണ്ണൂരാണ് കൊയ്ത്ത് വിജയം നേടിയിരിക്കുന്നത്. അത് മാത്രല്ല ഹൈസ്കൂൾ വിഭാഗത്തില് കണ്ണൂർ ജില്ലക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. അതുപോലെ സ്വർണ്ണ കപ്പിലും ഞങ്ങൾ മുത്തമിട്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നില് ഈ വിജയത്തിന്റെ പിന്നില് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർ, അവരുടെ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ ഞങ്ങളുടെ അധ്യാപകര്, അതുപോലെ കുട്ടികള്, അതിലേറെ ഉപരിയായി അവരുടെ രക്ഷിതാക്കളും പരിശീലകരും, അവരുടെ നിശ്ചയദാർഢ്യം, നല്ല പരിശീലനം, നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നത്. തൃശ്ശൂരിൽ അത് പ്രത്യേക ഒരു വാശി തന്നെയാണ്. തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ തൃശ്ശൂരിന് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല, കണ്ണൂർ നേടും എന്ന വാശി തന്നെയാണ്. നല്ല കോഴിക്കോട് കപ്പടിക്കാൻ കാണാൻ വേണ്ടിയായിരുന്നു വന്നത്. പക്ഷെ ഞങ്ങളുടെ അയൽവാസികൾ കപ്പടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് ഞങ്ങളെ കയ്യിൽ തൃശ്ശൂർ കഴിഞ്ഞ മണ്ണിൽ കൊണ്ടുപോകുന്നതാണ്. ആ തൃശ്ശൂരിന്റെ മണ്ണിൽ കണ്ണൂർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നേടിയെടുത്തേ കണ്ണൂർ ഇവിടെ നേടിയെടുത്തേ, സ്വർണ്ണക്കപ്പ് നേടിയെടുത്തേ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? സ്വർണ്ണക്കപ്പ് കണ്ണൂർക്കാ, ഈ സ്വർണ്ണക്കപ്പ് കണ്ണൂർക്കാ. നേടിയെടുത്തു കപ്പ് ഞങ്ങൾ നേടിയെടുത്തു, നാട്ടുകാരെ നേടിയെടുത്തു. കണ്ണൂരിന്റെ മക്കളിതാ. തൃശ്ശൂർ ഒരു സാഹിത്യ നഗരമാണ്. എന്നാൽ കണ്ണൂര് കലകളുടെ ഇറ്റില്ലമാണ്, തെയ്യങ്ങളുടെ ഒരു നാടാണ് കണ്ണൂര്. ആ ഒരു ഇത് കൂടി നമുക്കുണ്ട്. അപ്പൊ കണ്ണൂര് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് തൃശ്ശൂരിലെ കലോത്സവത്തെ കുറിച്ചാണ്. എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ആ രീതിയിൽ നല്ല ആതിഥ്യ മര്യാദ. അത് മാത്രമല്ല അനുഭവപ്പെട്ടത് ഇവിടെ വന്ന് ഇറങ്ങിയ മുതൽ ഇവിടുത്തെ ഓട്ടോക്കാര്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓട്ടോക്കാര് വളരെ തുച്ഛമായ പൈസ, വളരെ തുച്ഛമായ നല്ല പെരുമാറ്റം. എത്തേണ്ട സ്ഥലത്ത് അപ്പൊ ശരി. അപ്പൊ കണ്ണൂർ അങ്ങനെ ഏതാണ്ട് കപ്പുറപ്പിച്ചിരിക്കുന്നു. കപ്പുറപ്പിച്ച സന്തോഷത്തിൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് കണ്ണൂരിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, ഇത് ദീർഘനാളത്തെ കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലമാണ്. അപ്പോൾ അവര് ഒരു ജില്ല കപ്പടിക്കുമ്പോൾ കേവലം ഒരു കപ്പടിക്കുന്നുള്ളതല്ല, അവരുടെ മാസങ്ങളായും വർഷങ്ങളായും നീളുന്ന കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കപ്പടിക്കൽ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഉറപ്പിച്ചെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 2ാമത് നിൽക്കുന്ന തൃശ്ശൂർ, 3ാമത് നിൽക്കുന്ന കോഴിക്കോടിനേക്കാൾ കുറച്ചുകൂടി ബഹുദൂരം മുന്നിലാണ്. ഒരു 5 പോയിന്റ് വ്യത്യാസം നിൽക്കുകയാണ് കണ്ണൂർ. അപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചു. ഇനിയിപ്പോൾ 1-1.5 ഐറ്റം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഐറ്റത്തിന് അവർക്ക് എ ഗ്രേഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ കപ്പെടുക്കാൻ കഴിയും. ഇനി അട്ടിമറിക്കുള്ള പോസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അവസാന നിമിഷമൊക്കെ എത്തിയപ്പോഴേക്ക് ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ആദ്യം മുതൽ തന്നെ കണ്ണൂർ ഏതാണ്ട് വളരെ വ്യക്തമായ ലീഡിലേക്ക് പോയിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായി ഏതാണ്ട് ഇഞ്ചോടിഞ്ച് വന്നു. ഇന്നായപ്പോഴേക്കും ഏതാണ്ട് കപ്പുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.